നമ്മളെ സബ്ജക്റ്റ് എടുത്തിട്ടുള്ളത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആൻഡ് കംഫർട്ട് സോൺ എന്നുള്ള നമുക്ക് എല്ലാവർക്കും ഒരു മിക്കവാറും ആൾക്കാർക്ക് ഒരു കംഫർട്ട് സോൺ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്താലും മാത്രമേ നമുക്കൊരു വിജയത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ പറ്റിയാണ് ചെറിയായിട്ടൊരു ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് കംഫർട്ട് സോൺ? അതാണ് നമ്മുടെ ഫസ്റ്റ് ചോദിക്കുന്നത്. നമുക്ക് ഏതൊക്കെ റൂട്ടീൻ വർക്കാണ്, പ്രെഡിക്റ്റബിൾ ടാസ്ക് ആയിരിക്കും നമ്മളുടെ, ലോ സ്ട്രെസ്, ലോ ലേണിംഗ്. അപ്പം നമ്മളൊരു വർക്ക്, ഫോർ എക്സാമ്പിൾ നമ്മൾ മോഡലാണെങ്കിൽ നമ്മൾ മോഡലിംഗ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ പോകുമ്പോൾ അടുത്ത് എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു തിങ്കിങ് ഇല്ലാതെ നമ്മൾ കാലത്ത് വരുന്നു, സിറ്റ് ഡൗൺ, ലോഗിൻ ആൻഡ് സ്റ്റാർട്ട് വർക്കിംഗ്, ഗോയിങ് ഹോം. ദാറ്റ്സ് എ കംഫർട്ട് സോൺ. എവരിബഡി വാണ്ട് ദിസ്. അതായത് നമുക്ക് നമ്മുടെ ഡ്രോയിങ്ങിൽ സെയിം ഡ്രോയിങ് മോഡൽസ് നമ്മൾ റിപ്പീറ്റീവായിട്ട് ചെയ്യുന്നു. ടാസ്ക് മാറുമ്പോൾ ആ മോഡലിലേക്ക് പോകുന്നു, അത്രയേ ഉള്ളൂ ചെയ്യുന്നുള്ളൂ. പിന്നെ ന്യൂ സോഫ്റ്റ്വെയർ പ്ലഗിൻസ് നമ്മൾ ട്രൈ ചെയ്യുന്നില്ല, നമ്മളൊന്നും ചെയ്യുന്നില്ല. അതുപോലെ സ്റ്റേയിങ് എവേ ഫ്രം ദ കോർഡിനേഷൻ മീറ്റിംഗ്സ്. അതായത് നമുക്ക് റിസ്ക് എടുക്കാൻ തയ്യാറല്ല. എവിടെയെങ്കിലും പോയിട്ട് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ തെറ്റിപ്പോവും, അങ്ങനെ ഒരു ഫിയർ ഉണ്ടാവും. നെക്സ്റ്റ്, സ്ലൈഡ്. Why stay people in comfort zone? Fear of mistake, fear of judgment, fear of looking inexperienced, habit and routine. ഇതാണ് നമ്മൾ 4 reasons നോർമലി നമുക്ക് വരുന്നത്. നമുക്ക് തെറ്റിപ്പോകുന്നൊരു ഭയം ഉണ്ടായിരുന്നു എപ്പോഴും. തെറ്റോ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണതരായി പോകും എന്നുള്ള സംശയങ്ങളുണ്ട്. പല ആൾക്കാരും നമ്മൾ പറയില്ല. പക്ഷെ എല്ലാ ഈ കംഫർട്ട് സോണിൽ നിൽക്കുന്ന എല്ലാവരും മോശം ആൾക്കാരല്ല. കാരണം ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിച്ചുള്ളത് മടിയന്മാരാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ലേസി ആയിട്ട് ആൾക്കാർ, ഫോർ എക്സാമ്പിൾ റിമോട്ടൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത് അവിടെ വന്ന് എണീക്കാൻ വേണ്ടി നമുക്ക് കൗച്ചിലിരിക്കും ഇരുന്നിട്ട് നമുക്ക് ടിവിയുടെ ചേഞ്ച് ചെയ്യാൻ എണിച്ച് പോയിട്ട് മാറ്റാൻ പറ്റാത്തതുകൊണ്ടാണ് റിമോട്ട് കണ്ടുപിടിച്ചത്. അതേപോലെ പല കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെ നമുക്ക് AI വെച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും നമ്മൾ പറയുന്നത് AI വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും ലേസി ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഈസി ആയിട്ട് നമുക്ക് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യും. അതാണ് അതിനൊരു ബെനിഫിറ്റ് ഉണ്ട്. എല്ലാ സമയത്ത് നമ്മൾ റിസ്ക്കും ടെൻഷനും എടുക്കേണ്ട കാര്യമില്ല. പക്ഷെ നമുക്ക് ഗ്രോത്ത് വേണമെങ്കിൽ, വർക്ക് സ്പേസിൽ നമുക്ക് ഗ്രോത്ത് വേണമെങ്കിൽ യു ഹാവ് ടു ടേക്ക് റിസ്ക്. ദാറ്റ്സ് വീട്ടിൽ അങ്ങനെ നമുക്ക് വേണം നിർബന്ധമില്ല. നെക്സ്റ്റ്, ഓക്കെ, വാട്ട് ഈസ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്? അത് ഹൗ ഇറ്റ് ഷോസ് അപ്പ്. നമുക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാം, പുതിയ കാര്യങ്ങൾ പഠിക്കാം, കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. മിസ്റ്റേക്സ് ഉണ്ടാകും. നമ്മൾ ഓൾവേസ് വിൽ മേക്ക് മിസ്റ്റേക്ക്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് മിസ്റ്റേക്ക് ഉണ്ടാകാൻ പറ്റുള്ളൂ. ഒന്നും ചെയ്യാതിരുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ടാവില്ല. വി ഹാവ് ടു വർക്ക്, ദെൻ വി ഹാവ് ടു ലേൺ ഫ്രം ദ മിസ്റ്റേക്സ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു പുതിയ ടൂള് നമ്മൾ പഠിക്കുക. അപ്പം അതുപോലെ ക്വസ്റ്റ്യൻസ് മീറ്റിങ്സ് ചോദിക്കുക. ഇപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞാൽ എത്ര ആൾക്കാർ ഇവിടുന്ന് കംഫർട്ട് സോണ് ബ്രേക്ക് ചെയ്തിട്ട് ചോദിക്കുന്നുള്ളത് നമുക്ക് അറിയാം നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട്. അതുപോലെ നമ്മൾ ചെറിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. കാരണം നമുക്ക് അടുത്തായിട്ട് നമുക്ക് മോഡലാണെങ്കിൽ അത് കിട്ടി ടീമിലൂടെ ലീഡായിട്ട് ഗ്രോ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ മീറ്റിംഗ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. മീറ്റിങ്ങിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുക. അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ്, ഇതാണ് ഫിക്സഡ് മൈൻഡ് സെറ്റും അതുപോലെ ലേസി മൈൻഡ് സെറ്റും ഗ്രോത്തും നല്ല വ്യത്യാസം. നമുക്ക് അവോയ്ഡ് ചേഞ്ചസ് ആണ്. ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ നമ്മൾ ചലഞ്ചസ് അവോയ്ഡ് ചെയ്യും.
പെട്ടെന്ന് ഗീവ് അപ്പ് ചെയ്യും. നമുക്ക് നോക്കി ട്രൈ ചെയ്തു, 2 പ്രാവശ്യം ട്രൈ ചെയ്തു, എനിക്ക് പറ്റുന്നില്ല, ഗീവ് അപ്പ്. അതാണ് നമ്മുടെ പോളിസി ആയിരിക്കാം. അതുപോലെ മെയിനായിട്ട് ഫീഡ്ബാക്ക് ആസ് ക്രിറ്റിസിസം. ഒരു ഫീഡ്ബാക്ക് ഒരാൾ പറയാം, നിങ്ങൾ അങ്ങനെ ചെയ്ത് ശരിയായില്ല എന്ന് പറയുമ്പോൾ അത് വി ഹാവ് ടു ടേക്ക് ആസ് എ challenge. We have to make improvement on that particular thing. Otherwise, we have to take it personally. നമ്മൾ ഹി അല്ലെങ്കിൽ ഷീ എൻ്റെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കണം, അങ്ങനെ പേഴ്സണലായിട്ട് നമ്മൾ ഒരിക്കലും എടുക്കരുത്. ഒരു വർക്ക് പ്ലേസിൽ നമുക്ക് 2 കാര്യം ചെയ്യണം. ഒന്ന്, പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും ഉണ്ട്, അത് മിക്സ് ചെയ്തൊരിക്കലും. ഇപ്പോൾ ഒരിക്കലും നാം പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ പ്രൊഫഷണലായിട്ട് എടുക്കും. അത് മാനേജേഴ്സ് ആയാലും അല്ല വർക്കേഴ്സ് ആയാലും ആരായാലും അത് മിക്സ് ചെയ്യരുത്. അത് പേഴ്സണൽ വേറെ. നമ്മൾ ഈ ഇവിടുന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, ഇൻഫോ വർക്ക് പുറത്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മനുഷ്യരാണ്. നമ്മുടെ ഈ ഇപ്പോൾ പ്രൊഫഷണൽ, ഞാൻ പ്രൊജക്ട് മാനേജറല്ല, വീട്ടിലേക്ക് പോയി പ്രൊജക്ട് മാനേജറല്ല, വീട്ടിൽ എൻ്റെ കുട്ടികളുടെ അച്ഛന, അങ്ങനെയുള്ള നമ്മുടെ ഡിഫറെൻറ്റ് റോൾസ് ഉണ്ടാകും. അപ്പം നമ്മൾ പേഴ്സണൽ ലൈഫ് വേറെ, പ്രൊഫഷണൽ ലൈഫ് വേറെ. അപ്പം എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴായിരിക്കും പേഴ്സണലായിട്ട് എടുക്കരുത്. അത് നമുക്ക് ഗ്രോത്ത് ചെയ്യാനുള്ള നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കണം, ചലഞ്ചായിട്ട് എടുക്കണം. അതാണ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നമുക്ക് ഒരു കാര്യങ്ങൾ ഐ വിൽ ഡു, ആ ടൈപ്പ് ഓഫ് നമ്മുടെ മൈൻഡ് സെറ്റ് ആയിരിക്കണം ചെയ്യുമ്പോൾ. ഇപ്പൊ നമ്മൾ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇനിഷ്യേറ്റീവ് ചെയ്യല്. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ എക്സാമ്പിൾ പറയാം. ഞാൻ സ്റ്റോക്ക് വന്നതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട്, ഫിസിക്കലി എനിക്ക് പ്രശ്നങ്ങളുണ്ട്, കയ്യിൻ്റെ പ്രശ്നമുണ്ട്, പല പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിലിരിക്കില്ല, ഞാൻ ഓഫീസിലേക്ക് ഡ്രൈവ് ചെയ്തിട്ട് വരുന്നു, നമ്മൾ സംസാരിക്കുന്നു, വർക്ക് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ സ്റ്റാഗ്നൻ്റ് ആയി പോകും. വീട്ടിൽ നിന്ന് എനിക്ക് ഐ ക്യാൻ സിറ്റ് ഹോം റിലാക്സ്, ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അതുപോലെ പ്രസാദ്, ഇപ്പോൾ എക്സാമ്പിളും പ്രസാദിനെ എടുക്കുകയാണെങ്കിൽ, പ്രസാദ് അല്ലെങ്കിൽ പവിയും കൂടിയിട്ട് ഈ കമ്പനി തുടങ്ങാണ്ട് ഒരു ജോലി ചെയ്യുന്നിരിക്കുകയാണ്. പക്ഷെ അവർക്ക് ശമ്പളം കിട്ടും, ദേ ക്യാൻ മേക്ക് മണി, ഗൾഫിലാണ്, അത്യാവശ്യം പൈസ കിട്ടും. അപ്പോൾ അവർ വന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ജോലി കിട്ടി. ഇപ്പോൾ 100+ സ്റ്റാഫ് നമ്മുടെ കമ്പനിയിലുണ്ട്. അവർ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അപ്പം ആ റിസ്ക് നമ്മൾ എടുത്തെങ്കിൽ മാത്രമേ ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, വർക്കിലായാലും പേഴ്സണലായിട്ടും. അപ്പോൾ നമുക്ക് ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കഴിഞ്ഞാൽ ഒരു ലേണിംഗ് സ്റ്റോണാണ് നമുക്ക് ആദ്യം വരുന്നത്. നമുക്ക് കുറേ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പാനിക്കാണ്, അതിൽ പോയിരുന്നു നമുക്ക് പെട്ടെന്നുള്ള സർജ്, എന്താ പറയുക, സഡൻ സർജ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അത് മിറ്റിഗേറ്റ് ചെയ്തിട്ട് നമ്മളൊരു പീസാക്കിയിട്ട് ഒരു ടാസ്കിനെ നമുക്ക് ചെറിയ സ്മോൾ പീസസ് ആക്കിയിട്ട് നമ്മൾ തന്നെ ചെയ്താൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ഒരു ടാസ്ക് ചെയ്ത് തുറക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അറ്റ് വൺസ് എല്ലാം വലിയ ഒറ്റയടിക്ക് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു കംപ്ലീറ്റ്. ഇപ്പോൾ വർക്ക് പ്ലേസിലുള്ള കുറച്ച് നമ്മളെ എക്സാമ്പിൾസ് ആണ് ചെയ്തേക്കുന്നത്. നമുക്ക് ന്യൂ സോഫ്റ്റ്വെയർ ഒരു ഇൻട്രൊഡ്യൂസ്, നമ്മൾക്ക് ഇവിടെ ഒരു സോഫ്റ്റ്വെയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുതിയ പ്ലഗിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര ആൾക്കാരും അത് ട്രൈ ചെയ്യാൻ തയ്യാറാവും. അത് നമുക്ക് ട്രൈ ചെയ്യുക, കുറച്ച് സമയം എടുത്തിട്ട് അതിനെപ്പറ്റി പഠിക്കുക, ഒരു ചെറിയ എക്സാമ്പിൾ ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് അതിലുള്ള വാലിഡേറ്റ് ചെയ്യുക, എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതുകൊണ്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഫീഡ്ബാക്ക് കൊടുക്കുക. അതുപോലെ ഒരു മീറ്റിങ്ങിൽ ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നമ്മളൊക്കെ പല ആൾക്കാരും ചെയ്യുന്ന പോലെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്താൽ ഞാൻ നെക്സ്റ്റ് വീക്ക് ഞാൻ ചെയ്യാം, അങ്ങനെ പറയാൻ ആരും ഉണ്ടാ. പ്രസൻറ്റേഷൻ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് നെക്സ്റ്റ് വീക്ക് ഞാൻ ചെയ്യാന്ന് പറഞ്ഞ ആൾക്കാർ ആരെങ്കിലും ഉണ്ട് അതിൽ? അതോ കംഫർട്ട് സോണ് ബ്രേക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആരെങ്കിലും ഒരാളുണ്ടാ? ഓൾറെഡി ചെയ്ത ആൾക്കാർ പറയണ, താരിന് പറയണ്ട, പക്ഷെ അതൊക്കെ ചെയ്തു. ആരുള്ളത്?
ഒരാൾ പറ, അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ 2-3 ആൾക്കാരെ പ്രതീക്ഷിച്ചാൽ. ഇല്ലേ അനിമ? ഇല്ല. ഓക്കെ, ഇല്ലേ? ഇല്ലേ? ഓക്കെ, കണ്ട. എനിമ ഇപ്പൊ ബ്രേക്ക് ചെയ്തു അല്ലേ, കംഫർട്ട് സോൺ. അതുപോലെ നമുക്ക് ഇവിടെ പല ആൾക്കാരും മോഡലിംഗ് ചെയ്യുന്നവര് ഉണ്ട്, വേറെ പല ടാസ്കും ചെയ്യുന്ന പല ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ഏതെങ്കിലും മറ്റു ടാസ്കിനെ പറ്റി എന്തെങ്കിലും അറിയോ? ഇപ്പൊ നമുക്ക് DC ഡോക്യുമെന്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇവിടെ, അവരെന്താ ചെയ്യാന്ന് സൂര്യക്ക് അറിയാം. അവരെ നമ്മുടെ സെയിം ഹുഡിന്റെ ഉള്ളിൽ അടിയിൽ അണ്ടറിലിരിക്കുന്ന ആൾക്കാരാണ് അവര് വർക്ക് ചെയ്യുന്നുണ്ട്. അറിയോ അവരെ ടൈപ്പ് ഓഫ് വർക്ക് എന്താണ് അത് അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. അത് അപ്പൊ അതുപോലെ നമ്മുടെ കൂടുതൽ തന്നെ ഇരിക്കുന്ന ആൾക്കാർ എന്തൊക്കെ ചെയ്യാൻ കാര്യങ്ങൾ, എന്തൊക്കെ ടാസ്ക് ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാം. നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അധികം പറഞ്ഞു ലേൺ ചെയ്യാൻ കിട്ടിയ ഓപ്പർച്യൂണിറ്റി നമ്മൾ മാക്സിമം എടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ മീറ്റിംഗ് മിനിറ്റ്സ് ഉണ്ടാക്കുക, അങ്ങനെ ചെറിയ ചെറിയ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ RFI ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എന്തൊക്കെ ഡോക്യുമെന്റ് നമ്മുടെ പ്രോജക്റ്റിലുണ്ട്, അതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം, അങ്ങനെ ആൾക്കാർ നോക്കാതെ ടീം ലീഡ് പറയുന്നത് മാത്രം സെർച്ചിട്ട് ചെയ്യാതെ നമുക്ക് നമ്മുടേതായിട്ട് സെർച്ച് ചെയ്യുക എന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയിട്ട് വരിക നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബെനിഫിറ്റ് ആണ് ഫാസ്റ്റർ കരിയർ പ്രോഗ്രഷൻ, സ്കിൽ ഡെവലപ്മെന്റ്, കോൺഫിഡൻസ് ഇൻ സിറ്റുവേഷൻസ്, ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്, ബെറ്റർ ജോബ് സെക്യൂരിറ്റി. ഞാൻ എൻ്റെ എക്സാമ്പിൾ തന്നെ പറയാം ഇതിന് വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ അലൈനിൽ കുറേ UAE ഒരു ഡ്രാഫ്റ്റിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്ത് വേറെ പയ്യനുണ്ടായിരുന്നു. അപ്പം ഞാൻ അടുത്ത ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ BIM വരുമ്പോൾ അതല്ലെങ്കിൽ പുതിയ ടെക്നോളജി വരുമ്പോൾ അതിലേക്ക് മാറി, അതിൽ കോർഡിനേഷനിലേക്കും മാനേജ്മെന്റിലേക്ക് ഞാൻ പതിയെ മാറി. എനിക്ക് കേട്ടാ പുള്ളിക്കാരൻ ചോദിച്ചാൽ പുതിയ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ പുള്ളി പറയും എനിക്ക് ഇത്ര പൈസ കിട്ടുന്നുണ്ട്, അവിടെ പോയാലും അത് ഈ പൈസ തന്നെ കിട്ടുള്ളൂ, പൈസ ഒന്നും കൂടുതൽ പോകണില്ല, അപ്പം ഞാൻ എന്തിനു റിസ്ക് എടുക്കുന്നത്. അങ്ങനെ ആ മൈൻഡ് സെറ്റിൽ പുള്ളി അവിടെ തന്നെ ഇരുന്നു. പക്ഷെ ഇപ്പോ ഞങ്ങൾ രണ്ടാളും തിരിച്ചു വന്നു. എനിക്കൊരു ജോലി അന്വേഷിച്ചാൽ എനിക്ക് കിട്ടും, എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പുള്ളിക്ക് ഈ പ്രായത്തിൽ, എനിക്ക് 55 വയസ്സായി, 55 വയസ്സിലെ ആൾക്ക് ഡ്രാഫ്റ്റിംഗ് ജോലി കിട്ടും, പിള്ളേർ ഇഷ്ടം പോലെ കിട്ടും. അപ്പൊ നമ്മൾ ആ ലെവലിലേക്ക് ഇരുന്നുകൊണ്ട് അപ്പോൾ മനസ്സിലാവില്ല, നമുക്ക് ഈ പ്രായത്തിൽ മനസ്സിലാവില്ല എന്ത് പ്രശ്നം വരും ഫ്യൂച്ചറിൽ. അപ്പൊ നമുക്ക് ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ ഗ്രോ ചെയ്യണം, നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണം. അതാണ് അത് ജോബ് സെക്യൂരിറ്റിക്കും എല്ലാത്തിനും ആവശ്യമാണ്. അപ്പൊ ഹൗ ടു മൂവ്, നമുക്ക് ചെറിയ ചെറിയ ടാസ്ക്, വൺ ടാസ്ക് വീക്കിലി ചെയ്യുക, ആസ്ക് ക്വസ്റ്റ്യൻസ് ഏർലി, വോളണ്ടിയർ, സ്മോൾ റെസ്പോൺസിബിലിറ്റീസ്, റിക്വസ്റ്റ് ഫീഡ്ബാക്ക്. നമുക്ക് പല ആൾക്കാരും നമുക്ക് ചോദിക്കാം, ഈ ഫീഡ്ബാക്ക് എടുക്കാൻ പറയാം. നമ്മളൊരു മൾട്ടിപ്ലക്സിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഇൻസിഡന്റ് ആയിരുന്നു. എൻ്റെ വോയിസ് വളരെ ലോ ആയിരുന്നു, ചെറിയ വോയിസ് ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു കരിയർ ഡെവലപ്മെന്റ്, ഇതുപോലെ നമ്മുടെ ഒരു ഡെവലപ്മെന്റിങ് HR ടീം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു 21 days നമ്മൾ മനഃപൂർവ്വം സൗണ്ട് ഇൻക്രീസ് ചെയ്ത് സംസാരിക്കുക. അപ്പോൾ നമുക്ക് അത് നമ്മുടെ സൗണ്ട്
ഇൻക്രീസ് ആവും. അതാണ് ഡയറ്റ്, അവർ പറഞ്ഞ ഡയറ്റ്. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫ്രണ്ടിനോട് പറഞ്ഞ് ഇവന് മോണിറ്റർ ചെയ്യാം. ഞാൻ സൗണ്ട് ലോ ആവുമ്പോൾ അവൻ പറയാം നിന്റെ സൗണ്ട് ലോ ഉണ്ട്, യു ഹാവ് ടു റേസ് യുവർ വോയിസ്. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് അത് ചെയ്തിട്ട് അത് എഫക്റ്റീവ് ആണ്. എൻ്റെ സൗണ്ട് കുറേ കൂടി ബെറ്റർ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല അവിടെ? അതുപോലെ ഡോക്യുമെന്റ് ലെസൺ ലേൺഡ് ഡോക്യുമെന്റ് ചെയ്യാം. പിന്നെ ഇതാണ് എൻ്റെ പ്രസന്റേഷൻ കഴിഞ്ഞു. അതിൽ കരിയർ ഗ്രോത്ത് ഡസ് നോട്ട് കം ഫ്രം ഡൂയിങ് വർക്ക് ടു ഓൾറെഡി യു നോ, ഇറ്റ് കംസ് ഫ്രം ദ ഡൂയിങ് വർക്ക് യു ആർ നോട്ട് യെറ്റ് കംഫർട്ടബിൾ വിത്ത്. നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത വർക്ക് യു ഹാവ് ടു ഡു ദ അൺകംഫർട്ടബിൾ വർക്ക്. നെക്സ്റ്റ് ഇത്രയുള്ളൂ. അപ്പോൾ ഇതൊരു റൂമിയുടെ ഒരു ചെറിയ കവിതയാണ്. ആസ് യു സ്റ്റാർട്ട് ടു വോക്ക് ഓൺ ദ വേ അപ്പിയേഴ്സ്. നമ്മൾ ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് വെച്ചാൽ മാത്രമേ അവിടെ വഴി വരുള്ളൂ. അല്ലാണ്ട് വഴി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വഴി നോക്കി നടന്നിട്ട് കാര്യമില്ല. യു ഹാവ് ടു സ്റ്റെപ്പ് ഫോർവേഡ്. അതാണ്. താങ്ക് യു.